മാടായി കോളേജ് വിവാദം പ്രാദേശിക പ്രശ്നമാണെന്ന് വി ഡി സതീശൻ. KPCC ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മാടായി കോളേജിൽ പ്രതിഷേധത്തിന്റെ പേരിൽ നടപടി നേരിട്ടവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പങ്കെടുത്തു. ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അല്ല, അതല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് CMK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ. സന്തോഷ്, വി ഡി സതീശൻ വളരെ ലാഘവത്തോടെ പറഞ്ഞൊഴിയുകയാണ് അതൊരു പ്രാദേശിക പ്രശ്നമാണ്, KPCC ഇടപെട്ട് പരിഹരിക്കും. ഒരു ഉദ്യോഗാർത്ഥിയാണ് വന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ളത് അതെങ്ങനെ പ്രാദേശിക പ്രശ്നമായി മാറും? അത് അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, കേസെടുക്കേണ്ട കാര്യമാണ്. സതീശൻ അങ്ങനെ നിസ്സാരമായി പറഞ്ഞൊഴിയാൻ കഴിയുമോ? സിജു, ഈ മാടായി കോളേജ് വിവാദം കോൺഗ്രസിനകത്തെ വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് പോരിനാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ MK രാഘവനാണെങ്കിൽ MK രാഘവനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് KS സുധാകരൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ MK രാഘവൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ സുധാകരനെ നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും ആളുകളെ ഇളക്കി വിടുന്നത് ആരാണെന്ന് തനിക്കറിയാം എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നൽകിയത് സുധാകരനെ ഉന്നയിച്ചു ണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്കെതിരെ എല്ലാം തന്നെ MK രാഘവൻ ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ച ഘട്ടത്തിലാണ് ഇന്ന് കണ്ണൂരിലെത്തിയ വി ഡി സതീശൻ ഈ MK രാഘവന്റെ കോലം കത്തിച്ചവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയതിന് പേരിൽ പാർട്ടി നടപടി നേരിട്ടവരുമായാണ് ഇന്ന് വി ഡി സതീശൻ കണ്ണൂരിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നപരിഹാരം ഉണ്ടാക്കും, അതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത്. പക്ഷെ അത് MK രാഘവൻ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിൽ കോലം കത്തിച്ചവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയത് ഏതായാലും ഈ ഒരു വിവാദം കൂടുതൽ ഈ പോര് കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ ഇടയാക്കൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ഈ MK രാഘവന്റെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ മുഴക്കിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. സന്തോഷ്, ഈ വിഷയത്തിൽ 2 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര്, MK രാഘവനെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യം. അത് ആളുകളെ അറിയാമെന്ന് MK രാഘവൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. രാഘവൻ്റെ അടക്കം കോലം കത്തിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മാടായി നിയമന വിവാദം അങ്ങനെ നിൽക്കുന്നത്, അഴിമതി വിഷയം. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? സന്തോഷ് ഒരിക്കൽ കൂടി ചേരുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വലിയ തരത്തിലാണ് MK രാഘവനുമായി ബന്ധപ്പെട്ട വിഷയം, മാടായി വിവാദം, മാടായി നിയമന വിവാദം പ്രാദേശിക പ്രശ്നമാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. KPCC ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. മാടായി കോളേജിൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ നടപടി നേരിട്ടവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പങ്കെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെയുള്ള ചാണ്ടിയുമ്മൻ്റെ ആരോപണങ്ങൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ചാണ്ടിയുമ്മന് മറുപടി പറയാനില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. സതീശൻ്റെ വാക്കുകൾ കേൾക്കാം. എന്ത് വിമർശനമാണ് ഒരു കാര്യം, അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല. ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണ്ടെന്ന് അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരാണോ ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മളെ പോലത്തെ ഒരാൾ അഭിപ്രായം പറയേണ്ടത്? അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം തന്നെ കണ്ണൂർ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും, അത് MK രാഘവനെതിരെ തിരിഞ്ഞു എന്നുള്ളത് MK രാഘവൻ ആരോപിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഉയർന്ന ഈ അഴിമതി നിയമന വിവാദം, അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധിക്കുന്നത്? തീർച്ചയായും സിജു, ഇത് കോൺഗ്രസിനകത്ത് ഇതുവരെയും അതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏക അഭിപ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്ന പരിഹാരം
സാധ്യമാകണമെങ്കിൽ ഏതെങ്കിലും വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. MK രാഘവൻ ഒരു ഭാഗത്ത് തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയത്ത് തന്നെയാണ് ഈ MK രാഘവനെതിരായ ഈ നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിൽ ഒരു ഈ KPCC അധ്യക്ഷൻ ഇതിനകത്ത് ഒരു ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെ പോവുകയും ചെയ്യാത്തത്. ഏതായാലും ഇക്കാര്യത്തിൽ MK രാഘവൻ AICC നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. തന്റെ എതിർപ്പ് ഈ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായും മറ്റ് വിവാദങ്ങൾ, അതായത് ഈ MK രാഘവനുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ അടുത്ത കാലത്ത് നടക്കുന്ന MK രാഘവൻ കണ്ണൂരിൽ പിടിമുറുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് MK രാഘവൻ ആരോപിക്കുന്ന ഒരു വിഷയവും. ആ ഒരു സാഹചര്യത്തിൽ MK രാഘവൻ സുധാകരനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ VD സതീശൻ എത്തി ഇവിടെ ഈ ചർച്ചയിൽ ഇടപെട്ട് മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതും ഏതായാലും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഘവൻ ഇപ്പോൾ നിലവിൽ അതിലും പ്രതിഷേധവും വിദ്വേഷവും ഉണ്ട്. സതീശൻ എത്തേണ്ടിയിരുന്നതില്ല. ഈ കോലം കത്തിച്ചവരുമായി ചർച്ച നടത്തിയത് എന്ന് പറയുന്നത് തന്നെ രാഘവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നിലവിൽ രാഘവന് കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. രാഘവൻ പറഞ്ഞ ആളറിയാമെന്നുള്ളത് ഇന്നലെ പറഞ്ഞു വെച്ചതാണ്. ആ ആൾ ആരാണെന്നുള്ളത് ഒരുപക്ഷെ നാളെയോ ഇന്നോ തുറന്നു പറയാനും സാധ്യതയുണ്ട്. തനിക്കെതിരെ തിരിഞ്ഞ ആൾ തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇന്നലെ MK രാഘവൻ പറഞ്ഞതിൽ തന്നെ അത് സുധാകരനുള്ള കൃത്യമായ ഒളിയമ്പ് തന്നെയാണ്. കാരണം ഈ കണ്ണൂരിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സുധാകരന്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലൊരു പ്രതിഷേധം സുധാകരന്റെ ആശീർവാദമില്ലാതെ കണ്ണൂരിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് MK രാഘവൻ പറയാതെ പറയുന്ന കാര്യങ്ങളും. അത് ആവശ്യമെങ്കിൽ തുറന്നു പറയുന്നത് എന്ന് തന്നെ MK രാഘവൻ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ നടപടിയെടുത്ത ആളുകളുമായി സതീശൻ കൂടിക്കാഴ്ച നടത്തിയത് ഇനി ഏതായാലും MK രാഘവൻ അതിലുള്ള ശക്തമായ എതിർപ്പറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സതീശൻ പറയുന്നത് പോലെ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കലങ്ങി മറിയാൻ ഇടയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിവാദമായി നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.